Hi guys. ഞാൻ പറഞ്ഞില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞങ്ങൾ ആൻസർ പറയുന്ന പറഞ്ഞിട്ട്. അപ്പൊ 200 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ചാച്ചനത് ഈ സൈഡിൽ നിന്ന് കഥകളി കളിക്കും. 250 ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഞാൻ എന്താണ് പഠിച്ചത്, ചാച്ചൻ എന്താണ് പഠിച്ചതെന്നുള്ളത്. ഞാൻ പഠിച്ചത് ഗൾഫിലെ അഭ്യാസമല്ല, ഞാൻ പഠിച്ചത് BSc നേഴ്സിംഗ് ആയിരുന്നു. അപ്പം ഞാൻ 3rd ഇയർ ആയപ്പോ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ കോസ്മെറ്റോളജി പഠിച്ചു, അത് പാസ്സായി. പിന്നെ ഞാൻ കുറച്ചു നാൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെയിൽസിലായിരുന്നു. ചാച്ചന്റെ പറ. ഞാനും മെക്കാനിക്കൽ പഠിച്ച് ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായി പോയി. അവിടെ ഫയർ ഫൈറ്റിങ്ങിന്റെ ജോലി കുറെ നാൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് സൗദിയിൽ പോയിട്ട് പിന്നെ നേരെ ഇവിടെ വന്നു. പിന്നെ കൊച്ചിയിൽ വന്ന് ഹൈടെക് എന്ന് പറയുന്ന ലാബിലായിരുന്നു കുറെ നാള്. അവിടുന്ന് പിന്നെ അത് സ്വിഗ്ഗി ഓടി, കുറെ നാള് സ്വിഗ്ഗി ഓടി. ഞാൻ കല്യാണത്തിന്റെ മുമ്പ് ഒത്തിരി സ്വിഗ്ഗി ഓടിയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങള് ഷോർട്ട് ഔട്ട് ചെയ്യാറ്. പിന്നെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് രണ്ടുപേരും കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. നമുക്കിപ്പോ വേറെ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ജോബാണ്. ഇപ്പൊ കുറെ ആളുകൾ കുറെ 2-3 വീഡിയോ ഇടുന്നല്ലേ. അല്ല, അതൊരു 3 മിനിറ്റല്ലേ ഇവര് കാണുള്ളൂ. അതിന്റെ പുറകിലുള്ള എഫേർട്ട് എന്താണെന്ന് അത് ഇത് ചെയ്യുന്നവർക്ക് അറിയാം. അതിന്റെ എഫേർട്ട് എന്തോ കാര്യങ്ങളെന്തോ. നാം 3 മിനിറ്റ് ഈ കാണുന്നതല്ല. എന്റെ അമ്മോ, ചിലപ്പോ ഇങ്ങനെ സംസാരിച്ചു ഞാൻ ശരിയാക്കത്തില്ല. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വഴക്കുണ്ടാക്കും. ആ വഴക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോ അത് ശരിയായി പിന്നെ അടുത്ത എടുക്കല്ലേ. അതെ, ഓക്കെ. അപ്പം ഇതായിരുന്നു ഞങ്ങൾ പഠിച്ചതും ഞങ്ങളുടെ ജോലിയും. പിന്നെ എന്റെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്റെ വെയിറ്റ് ഇപ്പൊ നിലവില് 59 കിലോയാണ്. പിന്നെ എന്റെ ഹൈറ്റ് ചോദിച്ചിട്ടുള്ളത് 5.5 ആണ് എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാക്സിമം എത്ര ബിരിയാണി കഴിക്കാൻ പറ്റുമെന്നൊക്കെ, അത് ആ ബിരിയാണിയുടെ രുചി പോലെ ഇരിക്കും, എന്റെ വിശപ്പിന്റെ ഇതുപോലെ ഇരിക്കും. ഒന്നൊക്കെ ഒരു 2 ബിരിയാണി കഴിക്കാം, 2 ബിരിയാണി കഴിക്കും. പിന്നെ നല്ല ബിരിയാണി ഒക്കെയാണ് ഒരു 3 കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങള് 2 വർഷത്തോളം ലിവിങ്ങിലായിരുന്നു കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പത്തനംതിട്ടക്കാരാണ്. പിന്നെ അമ്മയുടെ നേറ്റീവ് എന്റെ ട്രിവാൻഡ്രമാണ്, പപ്പാടേത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി. പിന്നെ ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ അറിയുമെന്ന്. ദൈവമേ, അതുണ്ടല്ലോ. അത് ഞാൻ വിചാരിച്ച് ഇവക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ. പക്ഷെ ഞാൻ എന്ത് സാധനം വേണമെന്ന് പറയാം, അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളെ എനിക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഒന്നും വേണ്ട, അവനോട് തന്നെ ചോദിക്കും. അവൻ നമ്മുടെ ക്യാമറമാൻ ബാക്കിലുണ്ട്. അടിപൊളി ഫുഡൊക്കെ തന്നെ, അടിപൊളിയാ. ഫുഡൊക്കെ തന്നെ സെറ്റ് ചെയ്ത് തരും. അത് നമ്മുടെ പപ്പ ഷെഫാണ്. അപ്പൊ അങ്ങനെ എനിക്ക് 2 പേരുടെ ഏജ് ചോദിച്ചിട്ടുണ്ട്. ഞാന് ഈ 2026 മെയ് 17 എനിക്ക് 23 വയസ്സായി. അടുത്ത മാസം 25 ചാച്ചന് 29 വയസ്സാകും. അതെ. പിന്നെ 2 പേരുടെയും ഫേവറേറ്റ് ഫുഡ്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫുഡില്ല, എല്ലാം എനിക്ക് ഇഷ്ടം. ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ കഴിക്കും. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്നാലും എനിക്ക് കപ്പ 3 നേരം എനിക്ക് എന്നാലും ഞാൻ കഴിക്കും. വീഡിയോയിൽ കഴിക്കാൻ എടുക്കുന്ന അത്രയും ഫുഡൊക്കെ ചേച്ചി കഴിക്കുമോ? ശരിക്കും ടൈം എടുത്താണേലും എത്ര ഇപ്പൊ ഞാൻ ചിലപ്പോ കഴിച്ചിട്ട് എണീച്ച് പോയാലും ടൈം എടുത്താണെങ്കിലും കഴിച്ചിട്ട് ഫിനിഷ് ഞാൻ പിന്നെ എന്തെങ്കിലും. പക്ഷെ ഞാൻ കളയുന്ന നേരെ ഇവിടെ പ്ലേറ്റിലോട്ട് ഇരുന്നത് കേട്ടോ, കഴിച്ചോളൂ. നമ്മള് ഫുഡ് കളയത്തില്ല, കാരണം ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിട്ട് ഞാനും ചാച്ചനും അതിവിടെ അറിയാവുന്നവർക്ക് അറിയാം. ഫുഡ് കളയുന്നവരെ അവിടെ ഇരുത്തി കഴിപ്പിക്കും. പിന്നെ ചാച്ചനെന്ന് വിളിക്കുന്നത് എന്താ? ഇത്രയും വയസ്സിൽ മൂത്ത കിളവനായി. അങ്ങനല്ല, നീ എന്നോട് സ്നേഹത്തോടെ എന്നെ ചാച്ചൻ വിളിച്ചു തുടങ്ങിയതാ. അതെ, അത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയം തൊട്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സുള്ള പിള്ളേര് മുതല് 72 വയസ്സുള്ള അപ്പച്ചന്മാര് വരെ എന്നെ ചാച്ചാന്നാ വിളിക്കുന്നത്. അത് ശരിക്കും നല്ലതല്ലേ? നല്ലതോ? പിന്നെ സോഷ്യൽ മീഡിയ ലൈഫ് റിയൽ ലൈഫ് ഡിഫറെന്റ് ആണ്. ശരിക്കും
നമ്മള് സോഷ്യൽ മീഡിയ കാണുന്നതല്ല ലൈഫ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വിടുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ പ്ലാൻഡ് അല്ല, ഞങ്ങൾ എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് അല്ല എടുക്കും. അല്ല അത് നമ്മളെ ഇന്നലെ കണ്ടപ്പോൾ ഇന്നലെ ആൾക്കാരെല്ലാം നമ്മളെ കാണും, ഓ അപ്പൊ ഇത് ശരിക്കുള്ള സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ എല്ലാം. ഞങ്ങളെ ഇഷ്ടമാണ്. ഇന്നലെ ഞങ്ങൾ ഒരു 2-3 പേരെ കണ്ട ആലുവയിലുള്ളവരാ. അവര് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ അവര് ഞങ്ങളുടെ ആ ഒരു സംസാരം ഇതും കണ്ടപ്പോ അവര് ചോദിച്ചെന്തോ അപ്പൊ ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെ അല്ലേ എന്ന്. നമ്മൾ അങ്ങനെയാണ്. പക്ഷെ വേറെ ഇതിന്റെ ഒരു പാട്ട് ഞാൻ പറയാം. ഇപ്പൊ കുറെ പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എനിക്ക് സാറ ചേച്ചിയുടെ പോലത്തെ ഒരു ലൈഫ് മതി, സാറ ചേച്ചി ജീവിക്കുന്ന ഒരു രീതി മതി. അങ്ങനെയല്ല, എല്ലാവരുടെയും റിയൽ ലൈഫിലുള്ള സ്ട്രഗിൾസ് തന്നെ ഈ കണ്ടന്റ് ക്രിയേഷന്റെ ആൾക്കാരുടെ ലൈഫിലും ഉണ്ട്. അത് നിങ്ങൾ ആ തെറ്റിദ്ധാരണ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. കുറെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, ഇവർക്കൊക്കെ എന്തോ ആവാലോ, ഇവർക്കൊക്കെ കണ്ടന്റ് ക്രിയേഷൻ വലിയ ആൾക്കാരല്ലേ, വലിയ കാശുകാരല്ലേ. അങ്ങനെയല്ല, എല്ലാരും സ്ട്രഗിൾസിൽ കൂടെ. ഇപ്പൊ നിങ്ങൾ വേറൊരു ജോലിക്ക് പോകുന്നത് നമ്മുടെ ഒരു ജോലിയാണ് ഇത് കണ്ടന്റ് പക്ഷെ നമ്മൾ ഒത്തിരി കാശുണ്ടെന്ന് പറയാൻ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ഹാപ്പിനെസ്. അല്ല നമ്മൾ ഒത്തിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടും ഇതും എല്ലാം കാണും അല്ലേ. പിന്നെ ചാച്ചന്റെ ജോലി പറഞ്ഞു. സീരിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മെലഡി എങ്ങനെ ഇത്രയും ചോക്ലേറ്റ് ആയത്? അയ്യോ, മീനു മീനാക്ഷിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ വിലയിരുത്തി വായിച്ചതാണ്. മെലഡി എങ്ങനെ ഇത്രയും ചോക്ലേറ്റ് ആയത്? ചോക്ലേറ്റ് നിറയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 100 കമന്റില് 50 കമന്റും ബേബി പ്ലാനിങ് ഉണ്ടോ, ചേച്ചി പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ നിലവിൽ നമുക്കിപ്പം ബേബി പ്ലാനിങ് ഇല്ല. അതിന്റെ 1-2 റീസൺസ് ഞാൻ പറയും. നമ്മളിപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. നിങ്ങളിപ്പം കുറെ ആൾക്കാർ പറയുന്നുണ്ട് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയോണ്ട് ഭയങ്കര കാശ് അങ്ങനെ മറ്റേ. അങ്ങനെയല്ല. ഞങ്ങൾക്ക് സത്യമായിട്ടും അച്ഛന്റെ വീട്ടിലൊരു വീടുണ്ട്, എന്റെ സൈഡിൽ എന്റെ പപ്പയുടെ ഒക്കെ സൈഡിൽ ഒരു വീടുണ്ട്. പക്ഷെ ഞങ്ങൾ 2 സിബ്ലിങ്സ് ഉള്ള ആൾക്കാരാണ്. എനിക്ക് ഞാൻ കൂടാതെ വേറെ 2 സിബ്ലിങ്സ് ഉണ്ട് എനിക്ക്. പിന്നെ ചാച്ചൻ ഒരു സിസ്റ്ററും ഉണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടുകാരുടെ ഒരു ഇത് കണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എയിം ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. നമുക്ക് എന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ ആ വീട്ടിൽ ഇതാക്കണം. റെന്റില് നമുക്ക് വേണ്ടെന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒരു വീട് വെക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഇപ്പം. ദൈവം സഹായിച്ചാൽ നടക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല. നമുക്ക് ഇഷ്ടംപോലെ EMI ലോണുകള് ഒക്കെ ഉണ്ട്. അപ്പൊ ഈയിടയ്ക്ക് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണെങ്കിലും നമുക്ക് ബേബി അതിനൊക്കെ ഒരു മെന്റലി നമുക്കൊരു സന്തോഷം എല്ലാം കൂടെ നമ്മള് മെന്റലി സ്ട്രെസ് ഒക്കെ ഇല്ലാതെ എല്ലാം കൊച്ചു അനുഭവിക്കണം. ഒരു സ്ട്രഗിള് നമ്മൾ അനുഭവിച്ച അത്ര സ്ട്രഗിള് കൊച്ചനുഭവിക്കും. അതെ അതെ. അപ്പം ഞങ്ങള് ഫിനാൻഷ്യലി സ്റ്റേബിളും ആയി. ഞങ്ങൾ 2 പേരും ഞാനൊരു അമ്മയാവാൻ ഓക്കെ ആയിരുന്നു, ചാച്ചനൊരു അച്ഛനാവാനുള്ള. ഇപ്പൊ ചാച്ചന്റെ കുട്ടികളെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത്. അപ്പം ഇപ്പൊ നിലവിൽ നമുക്ക് അതൊന്നും പ്ലാൻ ഇല്ല. പിന്നെ എനിക്ക് 23 വയസ്സല്ലേ ആയുള്ളൂ. ഇച്ചിരി കൂടെ ഒക്കെ പ്രായമാകട്ടെ. പിന്നെ മോള് നല്ല സുന്ദരിയാണ് കേട്ടോ. ഓക്കെ, ബിന്ദു രഞ്ജിത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇതുവരെ പഠിച്ചു. ഞാൻ പറയാം, ഞാൻ നേഴ്സിംഗ്, അത് കഴിഞ്ഞ് കോസ്മെറ്റോളജി പഠിച്ചു. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. പേരൻസ് ദ ജോബ് ഓഫ് യു ലവ്ലി ചാച്ചൻ. കുന്നു വേണ്ട മോളെ, ന്യൂ കാർ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് കാറ്. പിന്നെ പേരൻസിന്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരാള് ചോദിച്ചിട്ടുണ്ട് എന്ത് ചോദിക്കാനാണോ തന്നോട് ഒരുപാട് ഇഷ്ടം. ശരിക്കും കുറെ ആൾക്കാർ എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ചാച്ചനെയും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനൊന്നുമല്ല. എന്നെ ഈ ഫീൽഡിൽ ആരാണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇപ്പോഴും ഏതെങ്കിലും ഒരു സെയിൽസ് ഗേൾ ആയിട്ടും ചാച്ചൻ ഇപ്പോഴും സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ടേ ഉള്ളായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ കാരണമാണ് ഞാനിപ്പം ഇങ്ങനെ കുറച്ചെങ്കിലും സമാധാനത്തോടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു കണ്ടന്റ് ക്രിയേഷൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഏറ്റവും ഞാൻ ഈ ഫുഡിന്റെ മാത്രം കാണുന്നത്. ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എനിക്ക് ചോറ് എത്ര കിട്ടിയാലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നേരത്തെ എനിക്ക് ചോറ് ഇഷ്ടമല്ലായിരുന്നു. ചാച്ച ലൈഫിൽ വന്ന പിന്നെയാണ് ഞാൻ ഒത്തിരി ചോറ് കഴിക്കാൻ തുടങ്ങി. തന്റെ ലൈഫിൽ ഏറ്റവും വലിയ പേടി ഏതാണോ എന്താണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഓവർകം എവിടെ ചെയ്യുന്നു? എനിക്ക് ശരിക്കും പേടിയുണ്ടല്ലോ എന്നെ തന്നെ. കാരണം എനിക്ക് ഒരേ സമയത്ത് പല പല ചിന്തകളാണ്. എന്റെ ചിന്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലത്തെ ഒരു ചിന്ത. ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ട് ഒരു സൈക്കായില്ലേ, അതാണ്. എനിക്ക് ഒരിക്കലും എന്റെ ട്രോമ ലൈഫിലോട്ട് പോവല്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഫീൽ വന്നുണ്ടല്ലോ, പിന്നെ എന്റെ മുന്നിന് കൊള്ളത്തില്ല. ഞാൻ ഭയങ്കര ഒരു വേസ്റ്റ് പേഴ്സൺ. പിന്നെ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ വട്ടൊക്കെ കാണിക്കാൻ തുടങ്ങി.
ഭയങ്കരമായിട്ട് വട്ട് കാണിക്കാൻ തുടങ്ങും. വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയി ഇടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ സൈക്ക് സ്വഭാവം. അപ്പൊ അതൊക്കെ എന്റെ ആ കുട്ടിക്കാല ട്രോമയിലാണ് കേട്ടോ. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പറയില്ല ഇൻഫ്ലുവൻസർ സാറ അല്ലെ കണ്ടന്റ് ക്രിയേറ്റർ സാറായിട്ട് മാരകമായ രോഗം. അങ്ങനല്ല. എനിക്ക് എന്റെ പഴയകാല ട്രോമയൊക്കെ എന്റെ മനസ്സിൽ തിരിച്ചു വന്നു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര പേടിയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ വരാറില്ല. വന്നു കഴിഞ്ഞാൽ വന്നതാ. കാരണം ഞാൻ ഇന്ന് കുറച്ചു മുമ്പേ കൂടെ അതൊന്ന് വന്നിട്ടിരിക്കും. അതുകൊണ്ടാണ് ചേച്ചൻ വരാറില്ല എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ചോദിച്ചിട്ടുണ്ട് എന്റെ ചാച്ചൻ എന്നെ മിന്നു കെട്ടിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ചാച്ചൻ എന്നെ വിവാഹം കഴിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ ഒരു 4-5 വൈദികന്മാരൊക്കെ ആയിട്ട് മിന്നു കെട്ടിയതാണ് എന്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് സന്തോഷം ഉള്ള കാര്യം. ചാച്ചന്റെ എണ്ണ എന്റെ അതെന്താ ഞാൻ ആ കെട്ടിയല്ല കെട്ടി കംപ്ലീറ്റ് ആക്കിയതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ വിചാരിക്കാറും കാര്യം അല്ലെങ്കിൽ തന്നെ എന്റെ പണ്ടൊക്കെ ഈ മറ്റേ സ്കൂളിൽ ന്യൂസ് ഒക്കെ ഇങ്ങനെ ഇറക്കിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം നമ്മൾ അടിപൊളിയായിട്ട് കെട്ടി. അച്ഛൻ പറയുന്നത് സൂപ്പറായിട്ട് കെട്ടിയിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പപ്പയും മമ്മിയും വേറെ സെപ്പറേറ്റഡ് അല്ലേ, അപ്പൊ അവര് വേറെ വിവാഹം ഉണ്ടോന്ന്. രണ്ടുപേരും വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. 10 വർഷത്തിൽ മേലെ ആയി ഇപ്പം. പിന്നെ നമ്മൾ കുറെ അവരെ ഒരുമിപ്പിക്കാൻ നോക്കി. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അവർക്ക് മെന്റലി അവർ ഓക്കെ അല്ല, അവർ ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അതൊരിക്കലും വർക്ക്ഔട്ടും ആവില്ല. കാരണം ഞങ്ങൾ ഒത്തിരി നോക്കിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് അത് ഇപ്പൊ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല, അവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ എന്റെ ഏജ് ആണ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലവ് സ്റ്റോറി പറയാമോ എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതൊരു 1.5 ലവ് സ്റ്റോറിയാണ്. അപ്പം അതെന്തായാലും ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ലോങ് ആയിപ്പോകും ഗൈസ്. ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയാവുള്ളൂ. അത്രയേ ഉണ്ട്. ചാച്ചന്റെ ഒക്കെ കൊഞ്ചല് ചാച്ചക്ക് ഇടുക. അപ്പം ഞാൻ ഒരിക്കലും ഇനി ഒരു ആണിനെയും പ്രേമിക്കത്തില്ല, കല്യാണം വേണ്ട എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു ഞാൻ. ഓക്കെ. അപ്പം അത് പിന്നെ ഹോം ടൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോം ടൂറും ചെയ്യാം. അതിപ്പോ ഞാൻ ലവ് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞാല് ഇത് നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോകും. ഈ ലോങ് വീഡിയോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നല്ല പോലെ റേഞ്ച് വേണം, അതുപോലെ നല്ല സമയം എടുത്ത് ഇത് അപ്ലോഡ് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കാം. പിന്നെ കുറെ ആൾക്കാർ അച്ഛനെയും അമ്മയും വീണ്ടും ഒരുമിച്ചുകൂടെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്. എനിക്കത് ഇനി പിന്നെ പറയാൻ താല്പര്യമില്ല. പ്രണയിക്കുമ്പോൾ രണ്ടുപേരുടെയും പ്രായം എത്രയാണ്? എന്റെ പ്രായം 20 വയസ്സ്, ചാച്ചന് 27. പിന്നെ എന്താ തടി വെക്കാത്തതിന്റെ രഹസ്യം? ഞാനിപ്പോ നിങ്ങൾ ഈ കാണുന്ന പോലെ എത്ര ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. നിങ്ങളിപ്പോ കാണുമ്പോ കുറെ ആൾക്കാർ എന്റെ ചേച്ചിയൊക്കെയാണ് എന്തേലും ഒരു ഇച്ചിരി കഴിച്ചിട്ട് അവള് നേരെ പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേ വണ്ണം വെക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടങ്ങിയിരിക്കില്ല. ഞാൻ മറ്റേ നീര് ചാടുന്ന പോലെ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. ഞാൻ കടക്കുമ്പോ അല്ലാതെ ഞാൻ ഇങ്ങനെ തുള്ളി ഇരിക്കും. അപ്പൊ തന്നെ എന്റെ ശരീരത്തിൽ നെയ്യെല്ലാം ഒഴുകിയ വെക്കും. പിന്നെ ജെനറ്റിക്സ്, എന്റെ വീട്ടിലെ എന്റെ പപ്പ, എന്റെ വലിയപ്പച്ചൻ അവർക്കൊന്നും വണ്ണമില്ല. അപ്പം ആ ജെനറ്റിക്സും ഒക്കെ ഉണ്ട് ഇതില്. പിന്നെ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്? ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ? ഇതുവരെ എനിക്ക് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ചെയ്യാൻ ആരും അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ പറയുമായിരുന്നു. ഞാൻ ഇവിടെ ജോലിക്ക് കൊണ്ടുപോയി വിടുന്ന സമയത്ത് ചാച്ചൻ എന്നെ ജോലിക്ക് കൊണ്ടുവിടാൻ പോകുമ്പം ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു സ്കൂട്ടറാണ് ഉള്ളത്. അപ്പൊ ചാച്ചൻ ഇങ്ങനെ പറയൂ, നമ്മുടെ വട്ടക്ക് ഇങ്ങനെ ആൾക്കാർ കാണുന്നോടെ എന്തോയിരിക്കും, നമ്മള് ഭയങ്കര ബോംബൻ ഹിറ്റ് ആവും. അങ്ങനെ നമ്മൾ ഈ വണ്ടിക്കകത്തൊരു ക്യാമറ ഇങ്ങനെ വെച്ച് അല്ലെ വീടിനകത്തൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാട്ടായം കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്ന് കുറെ അത് കഴിഞ്ഞിട്ട് എന്തോരം നാള് കഴിഞ്ഞിട്ട് നമ്മള് ചുമ്മാ പറയുന്നത് ഇവിടെ ഇപ്പൊ ഒരു ക്യാമറ നമ്മുടെ വീടിന്റെ അകത്തുണ്ടെങ്കിൽ നമ്മള് വമ്പൻ വൈറലാവും. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നക്കാരാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ എക്സ്ട്രീം ലെവൽ വട്ടാണ്. ശരിക്കറിയാം. വേറൊരാള് വെച്ചിട്ടുണ്ട് സ്ഥലം എവിടെ, എന്റെ പേര് പറയൂ ചേച്ചി.
സന ഇസ് വേൾഡ് കുട്ടിയുടെ പേര്. സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, പത്തനംതിട്ടയാണ് നിങ്ങളുടെ സ്ഥലം. പിന്നെ ഇവിടെ വെച്ചാണ് ചാച്ചനെ കണ്ടുമുട്ടിയത്. ചാച്ചനെ കണ്ടുമുട്ടിയത് എറണാകുളത്ത് വെച്ചാണ്. ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് ആണോ? ഫസ്റ്റ് നൈറ്റ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും എല്ലാരും എന്നെ കളിയാക്കും. ഞാൻ ഈ പറയുന്നത് വ്യക്തമാവുന്നില്ല, കുളുക്ക് വീട്. അത് ഒന്നാമത്തെ കാര്യം, ഈ കമ്പി കടക്കുമ്പം നമുക്ക് ഭയങ്കര പാടാ. പിന്നെ എന്റെ കമ്പി എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോഴും പൊട്ടിക്കിടക്കോ സൈഡല്ല, അപ്പൊ ഇത് സൈഡിലെല്ലാം പൊട്ടിക്കയറും. അതുകൊണ്ട് നാക്കിങ്ങനെ ഉള്ളിൽ. അപ്പൊ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എനിക്ക് ചാച്ചന്റെ അടുത്ത് തോന്നിയില്ല. ചാച്ചന് എനിക്ക് തോന്നി ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഞാൻ അത് ലവായിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇത് ഞാൻ വളച്ച്, കാരണം വളയത്തില്ലായിരുന്നു ഇവള്. എന്തോരം കഷ്ടപ്പെടുന്നറിയാതെ ഞാൻ. അപ്പം ചാച്ചന് തോന്നി, എനിക്ക് തോന്നിയില്ല. ഞാൻ എന്റെ വീട്ടിലെ അവസ്ഥയും പപ്പായൊക്കെ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ ഓക്കെ ആയെന്ന് തോന്നി. എന്ന് വെച്ചാൽ ചാച്ചൻ എന്റെ തലേന്ന് പോകുന്നില്ല. ഞാൻ എവിടെ നോക്കിയാലും ചാച്ചൻ ആ അവസ്ഥയായിരുന്നു. അവിടെ നോക്കി ഞാൻ എവിടെ നോക്കി ഞാൻ അങ്ങനെ ഞാൻ ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചാച്ചൻ മതിലി ആടി വരുമായിരുന്നു. അപ്പൊ അത് വേറെ രീതി ചിന്തിക്കല്ലേ. അന്നുവെച്ചാൽ എന്നെ കാണാനായിട്ട് വന്ന് അത്രയും ചാച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. മിക്കവാറും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ റിഗ്രറ്റ് തോന്നാറുണ്ട്. എനിക്ക് തോന്നും അത് മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ശരിക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ ഞങ്ങൾ എപ്പോഴും അങ്ങനെ വെളിയിൽ നിന്ന് ഫുഡല്ല, വല്ലപ്പോഴും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കും. കൂടുതലും നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് പറ്റിയില്ല എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കും. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വേണേലും നമുക്ക് ഫുഡ് കിട്ടും. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യം പറയട്ടെ, ഞങ്ങൾ ഇന്നലെ ലുലുവില് പോയേ, കുറച്ച് വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ പോയപ്പോ അവിടുന്ന് കുറച്ച് ആൾക്കാരെല്ലാം കണ്ടു. നമ്മളെല്ലാരെയും ബൈയൊക്കെ പറഞ്ഞ് നമ്മള് പാർക്കിംഗ് ഏരിയ വന്നപ്പോ ഒരു 2-3 പെൺപിള്ളേരെ കണ്ടേ. അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ഇടണേ. അവര് വേഗം തന്നെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ട് ചേച്ചി ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. വിളിച്ച് നേരെ വന്ന് അവര് അത് ഞാൻ ചാച്ച ടിസ്റ്റ് പറയട്ടെ. അപ്പൊ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും അവര് നേരെ കൊണ്ടുവന്ന് വലിയൊരു ഹൈഡാൻസിക്കിന്റെ പാക്കറ്റില് എനിക്കൊരു ബിസ്ക്കറ്റ് കൊണ്ട് തന്നിട്ട് വന്ന് ഇത് എന്തായാലും കഴിക്കണം, ഇത് ഞങ്ങളുടെ സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര, അതായത് മനസ്സ് നിറഞ്ഞൊരു സന്തോഷം കിട്ടുന്ന ഒരു മൊമെന്റ് എന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഇതിപ്പോ ഞാൻ എന്തിനാണ് പറഞ്ഞത് അറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനിങ്ങനെ സൈക്കായി വെളിയിൽ ഫുഡ് ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കേഷനിലേക്ക് നമ്മള് ഫുഡ് വാങ്ങിച്ചിരിക്കും കേട്ടോ. മോൾക്കും മോളുടെ ചാച്ചനും എന്താണെന്ന് അത് പറഞ്ഞു. നിങ്ങളെ എന്റെ മക്കളെ പോലെയാണ്, ഒരുപാട് ഇഷ്ടമാണ്. കേട്ടതിൽ വലിയ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കുറെ പേര് നമ്മളെ കാണുന്ന, ഇന്നലെ ഒരു ചേച്ചി കഴിച്ചോണ്ടിരിക്കുക, ആ കഴിച്ചോണ്ടിരുന്നിടത്തും ആ ചേച്ചി എണീച്ചത്. ആ ചേച്ചി പേര് ഇതാണ് അവര് കൊണ്ടുതന്ന ഹൈഡ് ആൻഡ് സീക്കിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിന്റെ കൊടുത്തത് അവൾ ഹാപ്പിയാ. ഇതൊക്കെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ കബോർഡിൽ എടുത്തോണ്ട് വന്നതാ. പിന്നെ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും അതിന്റെ അടി കുറച്ച് ആൾക്കാർ വന്ന് ചോദിക്കും ചേച്ചി ബിഗ് ബോസിൽ പോകുമെന്ന്. ഇപ്പൊ തന്നെ എന്റെ സ്വഭാവം കൊണ്ട് എല്ലാരും എന്നെ നമിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ എന്റെ സ്വഭാവം ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉണ്ടല്ലോ ഒറ്റ ബുദ്ധിക്കാരിയാ, ഒറ്റ മൈൻഡാ. പിന്നെ എനിക്ക് വേഗം ദേഷ്യം വരും, അതുപോലെ തന്നെ എനിക്ക് വേഗം സങ്കടവും വരും. പിന്നെ എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. അപ്പൊ എന്താണോ തോന്നുന്നത് അത് അവരോട് അപ്പൊ തന്നെ മുഖത്തടിച്ച് പറയാം. അവർക്ക് എന്ത് ഫീൽ ചെയ്യുമെന്നുള്ളൊരു ചിന്ത എനിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്താ അവസ്ഥയെന്ന് നിങ്ങൾ എന്നെ ചിന്തിച്ചു. നിങ്ങൾ രണ്ടുപേരും വീഡിയോ എവിടെയാണ് പറഞ്ഞു, നിങ്ങളുടെ ലവ് സ്റ്റോറി വീഡിയോ ചെയ്യും പ്ലീസ്. അത് എന്തായാലും ചെയ്യാം, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ അത് കേൾക്കണം ഗൈസ്. പിന്നെ എന്റെ ഫാമിലി എന്താ വീഡിയോയിൽ കാണിക്കാത്തത്, ചേച്ചിയുടെ സിസ്റ്ററിന്റെ നെയിം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്റെ സിസ്റ്ററിന്റെ നെയിം ഞാൻ റിവീൽ ചെയ്യാം, സോന എന്നാണ്. പക്ഷെ അവർക്ക് വീഡിയോയിൽ വരാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം ഞാനും ചാച്ചനും ഇവിടെ കൊച്ചിയിലാണ്, എന്റെ പേരൻസ് ഒക്കെ ഉള്ളത് പത്തനംതിട്ടയിലാണ്. പിന്നെ എന്റെ ചേച്ചി ഇപ്പം ഉടനെ ജർമ്മൻ പോകാൻ നിൽക്കുക. അപ്പൊ എല്ലാരും പല സ്ഥലത്തല്ലേ. ഒക്കുമ്പോഴൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. കുറച്ചുപേരൊക്കെ എന്റെ പപ്പായെ കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ അമ്മയെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബ്രദറിന് വീഡിയോയിലൊന്നും വരുന്ന അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. എന്നേക്കാൾ എൻ്റർലി ഡിഫറെന്റ് ക്യാരക്ടറാണ് എന്റെ 2 സിബ്ലിങ്സിനും. അപ്പം അവരുടെ ഒരു പ്രൈവസി മാനിക്കണമല്ലോ. എനിക്ക് അത് ഭയങ്കര കാര്യമാണ്. എനിക്ക് അവരെ എന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലെങ്കിലും നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ട്. അതെന്തായാലും പറ്റട്ടെ. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് നേരിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ഉണ്ട്.
അപ്പൊ എവിടെങ്കിലും ഒക്കെ വെച്ച് നിങ്ങളെയൊക്കെ കാണാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ അടുത്തത് സാറ കൊച്ചി കാക്കനാട് എവിടെ എനിക്കൊന്ന് കാണണം. NGO ക്വാർട്ടേഴ്സിൽ എനിക്ക് ഷോപ്പുണ്ട്. അപ്പം ഈ കമന്റ് ഇട്ട ചേച്ചി എനിക്ക് പേഴ്സണലായിട്ട് ഒന്നും കൂടെ ഒരു മെസ്സേജ് അയക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം, നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. ലവ് സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ് പിന്നെയും കുറെ കമന്റ്സ് ഉണ്ട്. ഹൈറ്റ് ആൻഡ് ബേബി പ്ലാനിങ് ഇതൊക്കെ റിപ്പീറ്റഡ് വന്നിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഇനി എനിക്ക് അറിയില്ല എങ്ങനെയാ പറയുന്നത്. ഒന്നും ചെയ്യുന്നില്ല, ഒരിടത്ത് ഞാൻ അടങ്ങിയിരിക്കാറില്ല. ഇപ്പൊ ഞാൻ എപ്പോ ആഹാരം കഴിച്ചാലും പിന്നെ പുള്ളി ചാടിക്കൊണ്ട് കിടക്കും. അങ്ങനെ എന്റെ വെയിറ്റ് തന്നെ വേർത്ത് പോകുന്നെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. പിന്നെ ട്രിവാൻഡ്രം വന്നാൽ നല്ല വിഴിഞ്ഞം ഫിഷ് നിർവാണയും കഴിക്കാമെന്നായിരിക്കും. ഓക്കെ. എന്തായാലും ട്രിവാൻഡ്രം ഇനി വരുമ്പോ പറയാം. ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു ബ്ലോഗാണ്. നിങ്ങൾ രണ്ടാളും പൊളിയാണ്. ലവ് സ്റ്റോറിയാണ് കേൾക്കേണ്ടത്. ഈ ചാച്ചൻ ഒറ്റ മോനാണോ? സാറയ്ക്ക് സിബ്ലിങ്സ് എന്ത് ചെയ്യുന്നു? ചാച്ചൻ ഒറ്റ മോനല്ല, ചാച്ചൻ ഒരു സിബ്ലിംഗ് ഉണ്ട്. ആളിപ്പം നാട്ടിലില്ല, സൗദിയിലാണ്. ആളുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്കിപ്പോ പറഞ്ഞല്ലോ 2 സിബ്ലിങ്സ് ആണുള്ളത്, ഒരു ചേച്ചി ഒരു അനിയനും. പിന്നെ എവിടെയാണ് സാറിന്റെ സ്വദേശം? ചാച്ചനുമായി എങ്ങനെ കണ്ടുമുട്ടി? ചാച്ചന്റെ ജോലി എന്താണ്? സാറ് വർക്കിംഗ് ആണോ? ഇപ്പൊ അത് നമ്മൾ ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാ? ഒബ്വിയസ്ലി അത് ഭയങ്കര വീഴ്ത്തിയോ അത് മതി. നീ എത്ര വലിയ ബോട്ടെന്ന് പറയാൻ വീഴ്ത്തിയോ? എന്റെ അപ്പുറത്തിരിക്കുകയാണ് ഇത് വിട്ടോണ്ട് ആണോ? അതെ ചാച്ചനാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ ചാച്ചന്റെ ജോലി അല്ല, ആഫ്റ്റർ ലിവിങ് ടുഗദർ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മാരേജ് ഉണ്ടായത്? ഞങ്ങളൊരു 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് മാരേജ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ സത്യം ഒത്തിരി ആയിട്ടില്ല. 2020 സെപ്റ്റംബർ അല്ല നവംബർ സാധാരണ നോർമൽ പെമ്പിള്ളാർ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കും, ആമ്പിള്ളാര് മറന്നു പോകും. നോർമലി ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്റെ ചാച്ചന്റെ കേസിൽ എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് പക്ഷെ ചാച്ചന് ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ്, ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയ ഡേറ്റ്, അതുപോലെ തന്നെ എന്റെ പീരീഡ്സ് ഡേറ്റ് എല്ലാം ചാച്ചന് ഭയങ്കര ഓർമ്മയാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള സാഹചര്യം ആൻഡ് സക്സസ് സ്റ്റോറി. നിങ്ങൾ എന്റെ യൂട്യൂബിൽ ഏറ്റവും താഴത്തെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ 1 മാസത്തോളം വീഡിയോ ഇട്ടപ്പം എനിക്ക് ഒരു വീഡിയോക്ക് 12 ലൈക്ക്, 10 ലൈക്ക്, ഈവൻ ഒരാഴ്ചയായിട്ടും 5 ലൈക്ക് ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയൊരു ഡയറി ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ എല്ലാം മറന്നു പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും എഴുതി വെക്കും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ലൈക്ക് ഇങ്ങനെ കൂടുന്നത് ഒരു വീഡിയോയ്ക്ക്. അത് ഭയങ്കര ശരിക്കും സക്സസ്ഫുൾ. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ എടുത്തോണ്ട്. ഇതിപ്പോ എന്റെ 2026 ഡയറിയാണ് കേട്ടോ. ഇപ്പൊ യൂട്യൂബ് ഒക്കെ അത്യാവശ്യം ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങിയപ്പോ എന്റെ വർക്ക്, പിന്നെ എനിക്ക് എന്തൊക്കെ ലോൺ ഉണ്ട്, EMI ഉണ്ട്, അതുപോലെ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ റെന്റ്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ കിട്ടാൻ എഴുതി ചാച്ചന്റെ അനാവശ്യ ചെലവ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒന്നുമില്ലാത്തതിന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിയാലേ ആ വിജയത്തിന് നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഇതിലൊരു സ്റ്റോപ്പ് വെക്കില്ല. ആദ്യം ഭയങ്കര സ്ട്രഗിൾ ചെയ്യണോ. നമ്മളിപ്പോ ഇതിനി നടക്കത്തില്ല, നമ്മളെ കൊണ്ട് നടക്കത്തില്ല വിചാരിച്ചാൽ അവിടെ പോയി. ഇത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ ഇവളെനിക്ക് ഇങ്ങനെ ഊർജം തന്ന അന്നേരം എനിക്ക് മനസ്സിലായി നടക്കും, അല്ല നടത്തി എടുക്കും എന്നുള്ള സംഭവം മനസ്സിലായത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് എന്താണോ ആഗ്രഹം അത് നമ്മൾ ചെയ്യും. ഞാൻ ശരിക്കും യൂട്യൂബ് പൈസയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം അല്ല. എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ രാവിലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ജോലിക്ക് പോകും. വൈകിട്ട് വന്ന് നോക്കുമ്പോ 3 ലൈക്ക് 4 ലൈക്ക്. അപ്പം അങ്ങനെ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ യൂട്യൂബ് ഒക്കെ മോണിറ്റൈസ് ആയ ആൾക്കാരൊക്കെ നല്ല പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഒരു 1-2-3 മാസത്തോളം നമുക്ക് പേയ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ട് അത് റീച്ച് ചെയ്യണം. മോണിറ്റൈസിന് ആവാനുള്ള കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. വേറെ ഒരാളുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക, അല്ലെ ചോദിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ ഒന്ന് അത് ചെയ്യുക.
എങ്ങനെ ഇത്ര ഹാപ്പിയായി ജീവിക്കണേന്ന് ഒരാളുടെ ചോദ്യമാണ്. ശരിക്കും എല്ലാ മനുഷ്യർക്കും ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ പറയാണ്, സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എല്ലാവരുടെ ലൈഫ് എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഒരാൾക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എത്ര പൈസ ഉള്ളവരാണെങ്കിലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും സാഹചര്യമാണ്. അവരുടെ സാഹചര്യം പോലെ ഇരിക്കും അവര് ഹാപ്പി ആണോ അവര് സാഡ് ആണോ എന്നുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഹാപ്പി കണ്ടുപിടിക്കുക. അല്ല നമുക്ക് ആരും ഓരോ സന്തോഷം നമുക്ക് കൊണ്ട് തരുന്നില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. പിന്നെ വേറെ ആലോചിച്ചിട്ടുണ്ട്, എന്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് യു ഡിഡ് ഇറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം ആളുകൾ എന്നെ തിരിച്ച് അറിയാൻ തുടങ്ങിയപ്പം എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ വന്നു. എന്നെയും ചാച്ചനെ ആളുകൾ ഉൾക്കൊള്ളുന്നു, നമ്മളെ കൊണ്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഇത്ര ആക്കി എന്നുള്ള ഒരു ഇതില് ഭയങ്കര ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് കാണുന്ന ആളാണ് ഞാൻ. നിങ്ങള് രണ്ടുപേരും നിങ്ങളെ എങ്ങനെ സഹിക്കുന്നു? ശരിക്കും എനിക്ക് ചാച്ചനെ കൊണ്ട് അങ്ങനെ വലിയ സഹനം തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ ചോറ് വേണോ? ഞാൻ പറഞ്ഞു എന്റെ അമ്മ കീഴിലാൻ പാങ്കാത്ത അങ്ങനെ ഉദ്ദേശിച്ചു. ഇപ്പോൾ ചേച്ചിയും അനിയനും എന്ത് ചെയ്യുന്നു? അവരുടെ വിശേഷങ്ങൾ പറയാമോ? ആക്ച്വലി അവരുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അവരുടെ ലൈഫില് നമുക്ക് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല. അവർക്ക് അത്ര സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല. ഞാൻ മാത്രമേ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് വന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആള്. ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്, സംസാരം പൊളിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് കമന്റിൽ ഞാൻ കണ്ടു. പിന്നെ കറന്റ് രണ്ടുപേരും യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ജോബ് അല്ലാതെ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ? ഇല്ല, യൂട്യൂബിലെ നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്റെ പ്രസന്റേഷൻ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. താങ്ക് യു. വലിയ അംഗീകാരമാണ് വേറൊരാളുടെ വായിന്ന് ഇതൊക്കെ കേൾക്കാന്ന് പറയുന്നത് തന്നെ. വേൾഡ് കപ്പിൽ ഏതാ ടീം? പ്ലീസ് ആൻസർ ത്രൂ. ഏതാ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഏത്? ഞാനിത് തന്നെയാട്ടോ. ഞാൻ മെസ്സി അല്ല, ഞാൻ ചുമ്മാ കാണിച്ചെന്നുള്ളൂ. ഞാൻ റൊണാൾഡോ ഫാനാണ് കേട്ടോ. എനിക്ക് സാർക്കുട്ടി ഒരുപാട് ഫിസില് കഴിഞ്ഞു. ഓക്കെ, എനിക്ക് സാരക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ. ഞാൻ സാരയെ പോലെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ ഫുഡ് കഴിക്കണമെങ്കിൽ അത് ഭയങ്കര ഒരു കഴിവ് തന്നെ ആയിരിക്കണം. എനിക്ക് ആ കഴിവ് ഈയിടെയായിട്ട് കിട്ടി തുടങ്ങിയത്. ശരിക്കും നമുക്കൊക്കെ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ചത് സുഖമായിട്ട് സൂപ്പറായിട്ട് അടിച്ചു കൊടുത്ത് മറ്റുള്ളവന്റെ ലൈഫിലോട് കേറിച്ചല്ലായിരിക്കുക. അല്ലേ? അതെ. ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ തിരിച്ചു ഹായ് സാറ, ഫുഡ് ചാലഞ്ച് വീഡിയോസ് ചെയ്യാമോ? രണ്ടുപേരെ ഇഷ്ടമാണ്. നമ്മുടെ ഫുഡ് ചാലഞ്ച് ഒക്കെ ഒരു മറന്നുപോയി. ഫുഡ് ചാലഞ്ച് ഒക്കെ വാക്ക് മറന്നുപോയി. ഉടനെ വരുന്നതായിരിക്കും. അതെ, ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ അത് മുട്ടയിക്കാൻ പറ്റുമോ? എന്താ കുട്ടിയെ കുഴപ്പം? ഫുഡ് ചലഞ്ചിനോട് മുട്ടയിക്കാൻ പറ്റുമോ? മുട്ട വയ്യ ഗൈസ്, തിന്നിങ്ങനെ ചാച്ചന്റെ ദേഹം പാറക്കല്ല് പോലെ സോഫ്റ്റ് അല്ല. പിന്നെ സ്കിൻ കെയർ പറയാവോ? ഞാൻ ഈ റീസെന്റ് ഇപ്പൊ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ പല പല സ്കിൻ കെയർ കാണിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്ന കേട്ടോ. കാരണം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുള്ളൂ. ചിലതൊക്കെ എനിക്ക് വർക്ക് ആവാത്ത, ചിലത് ചാച്ചന് വർക്കാവും. അത് ചാച്ച യൂസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ വേറൊരു വീഡിയോയിൽ പറയും. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ രീതിയിൽ ഒത്തിരി ഒന്നും ചെയ്യത്തില്ല. ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഹായ് മോളെ, സുഖമല്ലേ? ഒന്നും ചോദിക്കാനില്ല, ഹാപ്പി ആയിരിക്കട്ടെ, മിടുക്കിയാണോ? ചട്ടിക്കൊത്ത ചങ്കരനെ തന്നെ കിട്ടിയിട്ടുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യും. അതെല്ലാരും പറയുന്ന ഒരു ലൈനാണ്, ചട്ടിക്കൊത്ത ചങ്കരന്. പിന്നെ കുറെ ആൾക്കാര് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഞാനും ചാച്ചനും ആങ്ങളെയും പെങ്ങളും ആണോ, ഞങ്ങളെ കാണാൻ ഒരുപോലെയാണ്, നേരിട്ട് കാണാൻ ഇപ്പോഴും ചോദിക്കും. ശരിയാ, 1-2 ആൾക്കാർ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ വേണ്ടോ, വിശ്വസിക്കാനിരിക്കും എല്ലാരും. അന്ന് വിശ്വസിക്കാൻ
നേരത്തെ ചോദിക്കുമായിരുന്നു. നേരത്തെ ഈ വീഡിയോക്കൊക്കെ മുന്നേ ചോദിക്കാൻ ഇപ്പൊ എല്ലാരും നമുക്ക് അറിയാലോ. അപ്പൊ എല്ലാരും ആ ഒരു രീതിയിൽ നമ്മളെ കാണുന്നുണ്ട്. ചാച്ചാനെ നമ്മളെ കാണുമ്പോഴേ ചാച്ചനെ സാറേ അങ്ങനെയാ പറയുന്നത്. കപ്പ് നൂഡിൽസ് ട്രൈ ചെയ്യാം. കപ്പ് നൂഡിൽസ് ആക്ച്വലി ഞാൻ പണ്ട് PG നിൽക്കുമ്പോ കഴിക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് അല്ല ഇഷ്ടപ്പെട്ടു. എനിക്കെന്നറിയോ പെട്ടെന്ന് ഇങ്ങനെ ചൂടാക്കി ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ എനിക്കുണ്ടല്ലോ അതിന്റെ അത്ര ഫ്ലേവേഴ്സ് അങ്ങോട്ട് ഇറങ്ങത്തില്ല. വേഗം ഒന്നും ഇങ്ങനെ നമ്മള് കുടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരെയും. ഒരുപാട് ഇഷ്ടം. വീഡിയോ ഒന്നും ഞാൻ മിസ്സാക്കില്ല. എല്ലാ വീഡിയോസും കാണും. അത് തന്നെ വലിയ ഇതാണ്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് സ്റ്റേബിള് അല്ല, അതൊക്കെ വലിയ അംഗീകാരം ഞാൻ മറന്നു പോകുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ യൂട്യൂബിന്റെ റവന്യൂ എത്രയാണെന്നുള്ളത്. അത് ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റവന്യൂ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടത്തില്ല. നമ്മുടെ ഓരോ വീഡിയോസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ കുറെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് യൂട്യൂബിൽ നിന്ന് നമ്മൾ കൂപാരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അല്ല റിയാലിറ്റി. നിങ്ങൾ ഓരോ കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ എന്താണ് ഇതെങ്ങനെയാണ് എന്താണ്. അപ്പം നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം ഇല്ല. നമുക്കിപ്പോ ഈ മാസം ഒരു 10,000 രൂപ കിട്ടിയാൽ ചിലപ്പോ അടുത്ത മാസം നമുക്ക് ഒരു 5,000 രൂപ ആയിരിക്കും. ചിലപ്പോ അതിന്റെ അടുത്ത മാസം ഒരു 30,000 രൂപ. അപ്പൊ അതിങ്ങനെ മാറി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പൈസ ഒരു ഇത് കിട്ടിയിരിക്കും. അതെ. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആണ് കുറെ കിടക്കുന്നതെല്ലാം. കുറെ ആൾക്കാർ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരേപോലെ റിപ്പീറ്റഡ് മെസ്സേജ് വന്നിരിക്കുന്നത്. അവരെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് അടിക്കുകയല്ല. അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാണുന്ന നിങ്ങൾക്കൊരു ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും മെസ്സേജ് അയച്ച എല്ലാരോടും ഈ 202 പേരോടും എന്റെ ചാച്ചന്റെ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നന്ദി ഞാൻ പറയാണ്. കാരണം നിങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് ഇപ്പോഴും ഒരു സന്തോഷവും. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പം ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന്റെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇനി അടുത്ത കുറച്ച് നല്ല വീഡിയോസ്, ഫുഡ് ചാലഞ്ച്, അതുപോലെ തന്നെ ഹോം ടൂറ്, ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി ഒക്കെ ആയിട്ട്. ലൈഫ് സ്റ്റോറി ഇല്ല, ലവ് സ്റ്റോറി. ഉളുക്ക് വീഴുന്നതാണോ? അതാ. അപ്പം അതൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.